കൂർക്കം വലി. കണ്ണിൻ താഴ്വരപ്പിൽ തലയുയർത്തി നിൽക്കുന്ന ആനമലകൾ. പച്ചപ്പിന്റെ ഇരുണ്ട കാട്. അതെ, വയനാട്. എന്റെ കഥയുടെ പേരാണ് മണ്ണൻ. കുണുങ്ങിയൊഴുകുന്ന കാറ്റാറ്, മൂളിപ്പാടുന്ന പൂങ്കാറ്റ്, പരിമളം വീശുമിളമിന്നൽ, പച്ചയൂത്ത മലനാട്. ഇത് വയനാട്, ഇത് വയനാട്, ഇത് വയനാട്. ലാസ്യവതിയായ ഒരു ഗ്രാമീണ പെൺകുടിയെ പോലെ ഉദിച്ചു നിൽക്കുന്ന ഒരു വയനാടൻ ഗ്രാമത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ? കണകം കെട്ടാത്ത ബാല്യം പോലെ പരിശുദ്ധമായ ആ ചെമ്മൺ പാതകളിലൂടെ നടന്ന് നടന്ന് നമുക്ക് ആ വീട്ടിലെത്താം. പ്രകാശിന്റെയും മഞ്ജുവിന്റെയും അപ്പുവിന്റെയും അമ്മുവിന്റെയും സുഭദ്രാമ്മയുടെയും കൊച്ചു വീട്. ചെറുതെങ്കിലും വൃത്തിയും ഐശ്വര്യവുമുള്ള മനോഹരമായ വീട്. വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. നേരം രാവിലെ 10 മണിയായി കാണും. കൊച്ചു പാദസരക്കിലുക്കങ്ങൾ ഓടിയെത്തി. പുറകെ കിളിക്കൊഞ്ചൽ പോലെ ശബ്ദവും. അമ്മോ അമ്മോ, അപ്പോ അപ്പോ, വേഗം വാ പുറത്തേക്ക്. അവിടെ അവിടെ. എന്താ, എന്ത് പറ്റടാ? അമ്മോ, നമ്മുടെ പുഴയിൽ ജീവി കുറേയുണ്ട്. ശംഖ് പോലെ ഇരിക്കുന്നു. കൂടിനെ മൂപ്പന്റെ കുടിയെ ഒരു കല്യാണം കൊച്ചുങ്ങളൊക്കെ അത് ചാക്കുമായി ഒന്ന് കിടക്കുക. നെയ്വേച്ചിപ്പ് എന്നാണ് ജീവിയുടെ പേരെന്നാ ഊരിലെ കാർമത്ത് പറഞ്ഞേ. വാ വാടാ, നമുക്കും കിടക്കാൻ നോക്കാം. വാ. പുഴയിൽ വെള്ളമൽപ്പം കൂടിയിട്ടുമുണ്ട്. നല്ല മഴയില്ലേ? ഇനി ഒരാഴ്ച ഉള്ളു സ്കൂൾ തുറക്കാൻ. വാടാ, നമുക്കും കിടക്കാൻ നോക്കാം. വാ. അവർ ഉല്ലാസത്തോടെ ഓടിപ്പോയി. പുഴ സജീവമാണ്. ഊരിലെ പാട്ട് പാടി അവിടെ ഉത്സവ അന്തരീക്ഷമാക്കുകയാണ് കളി സ്വന്തം മക്കൾ. വേഗം കടന്നുപോയി. പെരുത്ത മഴയാണ് എങ്കിലും സ്കൂൾ തുറന്നു. സ്കൂളിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഗോവിന്ദ് മുൻപിൽ വന്നു. ആശങ്കയുണർത്തുന്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുട്ടികൾ ഒന്നടങ്കം പ്രതിജ്ഞയെടുത്തു. ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾ നശിപ്പിക്കുകയില്ല. മണ്ണ് പാഴാക്കാൻ അനുവദിക്കുകയില്ല. മരങ്ങളുടെ വേരുകളിൽ ഉറപ്പിച്ച് മണ്ണിനെ ഞങ്ങൾ നിലനിർത്തും. ഇത് ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ മണ്ണ്. മണ്ണു നമ്മുടെ പോയി. ദിവസങ്ങൾ കടന്നുപോയി. അതിഭയങ്കര പേമാരി. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പെട്ടെന്ന് ഒരു എരിപ്പ് അതിശക്തമായി വേഗത്തിൽ ഒരു ട്രെയിനിനേക്കാൾ വിമാനത്തേക്കാൾ വേഗതയിൽ കാതലിക്കുന്ന ശബ്ദത്തോടെ എരിപ്പ് തൊട്ടടുത്തെത്തി. അയ്യോ മക്കളെ, അയ്യോ മക്കളെ, അയ്യോ അയ്യോ, നിങ്ങൾ എവിടെയാണ്? അയ്യോ മക്കളെ. പെരുമഴപ്പിക്കൽ ആരുടെയും കരച്ചിൽ ആരും കേട്ടില്ല. സുഭദ്രാമ്മ എങ്ങനെയും കുട്ടികളെ മത്സരത്തു ഓടിപ്പോയി. ആ കൂരിരുട്ടത്ത് ആരെ വിളിക്കാൻ, ആരെ രക്ഷിക്കാൻ? ഇവിടെ എല്ലായിടത്തും ഒരു ആനച്ചൂര്. മൂളം കാണിൽ എരിഞ്ഞമരുന്ന ശബ്ദം. അതാ പാറപ്പുലി വലിയെന്തോന്ന്. അയ്യോ കൊമ്മനാനാ, കൊമ്മനാനാ. അയ്യോ അയ്യോ മക്കളെ. പാറ പോലെ മീനി, പോലെ കാല്, പുറം പോലെ ചെങ്കൽ, പോലെ കാല്. ഇനി എന്ത് പേടിക്കാൻ? ഒരു മരണക്കിഴിയിൽ നിന്നും അടുത്തതിലേക്ക് സുഭദ്രാമ്മ ഇരു കൈകളും കുത്തി കുമ്പനെ നോക്കി തൊഴുതു. അതാ
പഴങ്ങളിട്ടുകൊണ്ട് അവൻ നാട് നിന്നു. അവർ പഴം കഴിച്ചു. അതിനുശേഷം കൊമ്മേവരെ പുറത്തിരുത്തി. കാട് കടന്ന് അവർ നാട്ടിലെ ക്യാമ്പിലെത്തി. അത്ഭുത കാഴ്ച കണ്ട് ക്യാമ്പിലുണ്ടായിരുന്ന ആളുകൾ കണ്ണു മിഴിച്ചു. എന്നാൽ ക്യാമ്പിനകത്ത് ഉച്ചവരെല്ലാം പോയ കാലമത്തും പ്രകൃതിയുടെ കാവലാളായി മാത്രം നിന്ന ഊരിന്റെ സന്തതി പ്രതിമ കണക്കി ദൂരെ എവിടെയോ നിന്നിട്ട് ആരോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഊരിലെ കൂടിയിലെ അമ്മയുണ്ടോ ഫ്ലാഷ് ലൈറ്റുകൾ നീങ്ങിയപ്പോൾ കാളിമുത്തു യാഥാർത്ഥ്യത്തിലേക്ക് എത്തി. ഉദ്യോഗസ്ഥരുടെയും കളക്ടറുടെയും ചോദ്യങ്ങൾക്കെല്ലാം കാളിമുത്തു ഒറ്റ മറുപടിയായി പറഞ്ഞു. ബഹുമാനപ്പെട്ടവരെ, മണ്ണ് നഷ്ടപ്പെട്ട ഭൂമിയെ പോലെ ഉത്തരവ് നഷ്ടപ്പെട്ട ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പ്രതിജ്ഞയെടുത്തത്? മണ്ണിനെ സംരക്ഷിക്കാമെന്ന്, പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന്. ഞാൻ എവിടേക്കും വരുന്നില്ല. ആർജബുദ്ധ മനുഷ്യരുടെ ഇടയിൽ നിന്ന് മണ്ണിനെ മാത്രം വിശ്വസിക്കുന്ന മണ്ണിന്റെ മക്കളുടെ പ്രാർത്ഥനകളുണ്ട്. ഞാൻ എവിടേക്കും വരുന്നില്ല. കാളിമുത്തു, നിനക്ക് ഞങ്ങളുണ്ട്. സുഭദ്രാമ്മയും കുടുംബവും അത് പറഞ്ഞ് ചേർത്ത് പിടിച്ചു. കാളിമുത്തു, ഇനി നീ ഞങ്ങളുടെ വീട്ടിൽ ഒരംഗമാണ്. അപ്പോ അമ്മും കാളിമുത്തു ഒരുമിച്ച് സ്കൂളിൽ പോകും. മണ്ണിനെ പോലെ കളങ്കമില്ലാത്ത പുതിയൊരു തലമുറയാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മനസ്സ് നന്നാവട്ടെ, ആഹ്വാനിച്ചതുകൊണ്ട് മണ്ണ് എന്ന ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു.